ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ വെയിൽസിൽ നിന്ന് വന്നത്. പിന്നെ വെയിൽസിൽ നിന്ന് വന്നിട്ടുള്ള അൺപാക്കിംഗ് ഒന്നും ഇതുവരെ നടന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഇന്നത്തെ ദിവസം നടക്കാനായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വീട്ടിൽ തന്നെയാണ്, വെളിയിലോട്ടൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. കാരണം ഇന്ന് അത്യാവശ്യം കുറച്ചേറെ പണികൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ റൂട്ടീനിൽ തന്നെ നമുക്ക് ആദ്യം അങ്ങോട്ട് തുടങ്ങാം അല്ലേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ, ആകെ ചായ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിട്ട് ഒരു സാധനം മേടിച്ച് വെച്ചിട്ടൊന്നുമില്ല. പാല് ഞാൻ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ പ്ലാന്റ്സിനൊന്ന് ശ്രദ്ധിക്കാമെന്ന് വെച്ചു. ഇത് പൊട്ടറ്റോ ആണ്, പനിക്കൂർക്കയല്ലേ. ഇത് ചില ആൾക്കാർ പനിക്കൂർക്ക എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ പനിക്കൂർക്കയല്ലേ, ഇത് പൊട്ടറ്റോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നോക്കിയതാണ്, വളരോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ചെറിയ രീതിയിൽ ഗ്രോത്ത് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അല്ല, നമുക്കിന്ന് വീഡിയോയുടെ ഇൻട്രോ ഒക്കെ തുടങ്ങണ്ടേ? അപ്പൊ എങ്ങനെയാ പെട്ടെന്ന് അങ്ങ് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. പൊതുവേ ഞാനൊരു കോഫി പേഴ്സൺ ആണെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ ചായ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് ചായ ഉണ്ടാക്കാനായിട്ട് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം എനിക്ക് ഇന്ന് പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നൊക്കെ ആ ദിവസങ്ങളാണെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കും. കാരണം എനിക്ക് വളമായിട്ട് ചായപ്പൊടി ഇടാനായിട്ടുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കാർഡമമും കുറച്ച് ജിഞ്ചർ പൗഡറും കൂടി വെക്കാറുണ്ട്. ആ കാർഡമം ഒന്ന് പൊട്ടിച്ച് കിട്ടാനുള്ള സ്ട്രഗ്ലിംഗ് ആയിരുന്നു നിങ്ങൾ ആ സിസർ വെച്ച് കണ്ടത്. എനിക്ക് എങ്ങനെയാണെങ്കിൽ പൊട്ടിക്കാൻ അറിയത്തുള്ളൂ, എനിക്ക് മറ്റു രീതിയിൽ പൊട്ടിക്കാനായിട്ട് അറിയത്തേയില്ല. എന്തായാലും നമുക്കൊരു ചായ ഉണ്ടാക്കിയാൽ പോരെ. അങ്ങനെ PG എന്ന് പറയുന്ന ആ ഒരു ചായപ്പൊടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു PG മേടിക്കുന്നത്. ഞാൻ യോർക്ക്ഷയർ ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ PG എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പൊതുവേ ഞാൻ അങ്ങനെ ഒരു ടീ പേഴ്സണൊന്നും അല്ല. പിന്നെ വല്ലപ്പോഴൊക്കെ കുടിക്കാനാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചായ മാത്രമേ ഉള്ളൂ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തുന്നു പിന്നെ കുറച്ച് തുണികളൊക്കെ ഒന്ന് അലക്കാനായിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മൾ വെയിൽസിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അവിടെ ഇട്ട തുണികളെല്ലാം ഒന്ന് അലക്കി കഴിഞ്ഞാൽ അത്രയെങ്കിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. അങ്ങനെ തുണികളെല്ലാം ഒന്ന് വാഷ് മെഷീനകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻസിലോട്ട് നമുക്ക് കിടക്കാം കേട്ടോ. എനിക്കങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. കറികളുടെ സെക്ഷനിൽ ഞാൻ ഇന്ന് പരിപ്പറി ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ തോരൻ്റെ സെക്ഷനിൽ ക്യാരറ്റ് ഫ്രിഡ്ജിൽ ഇരിപ്പുകൊണ്ട് ഇന്ന് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ അന്ന് മേടിച്ച കരിമീനില്ലേ, അത് കുറച്ച് ഫ്രീസറിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്തായാലും പുറത്ത് വെച്ചിട്ട് അതിനെ എയർ ഫ്രൈയിൽ കയറ്റി ഇന്ന് അതും കൂടെ ആവും. അപ്പം ലഞ്ച് ഏകദേശം സെറ്റായില്ലേ, ഇനി ചോറ് മാത്രം വെച്ചാൽ മതി. ഇപ്പം ഈ വീട്ടിൽ കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു പരിപ്പറിയും ക്യാരറ്റ് തോരനും. ഞാനത് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തേ ഇല്ല. നമ്മൾ ഷെഫീൽഡൊക്കെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഒസ്മാനിൽ പോയി ഈ കായൊക്കെ ഞാൻ മേടിച്ച് അങ്ങനെ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കായ ഞാൻ എവിടെ നോക്കിയാലും കാണത്തില്ല. കേരള സ്റ്റോറിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ കേരള സ്റ്റോറിൽ അതിനായിട്ട് മേടിക്കാനായിട്ട് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകത്തുമില്ല. അതുകൊണ്ട് ഈ പരിപ്പറിയും പിന്നെ തോരനിൽ നിന്ന് മറ്റേ ക്യാരറ്റ് തോരനും മാത്രമായിരിക്കും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ചിലപ്പം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ആ സെയിം തന്നെ ആയിരിക്കും വരുന്നത്. ഞാനത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു പീലർ 2021 തൊട്ട് എൻ്റെ കൂടെ ഇങ്ങനെ അങ്ങ് യാത്ര ആയതാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീലറായിരുന്നു. പിന്നെ അന്ന് തൊട്ടേ ഞാൻ ഈ പീലർ വെച്ച് ഉപയോഗിച്ച് എനിക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയതുകൊണ്ട് മാത്രമാണ് വീട്ടിൽ നിന്ന് ഞാനത് അടിച്ചുകൊണ്ട് വന്നത്. പിന്നെ മമ്മിക്കത് അറിയാം, മമ്മി പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല. മമ്മി പിന്നെ വേറെ ഒരു പീലർ മമ്മിക്കായിട്ടങ്ങ് മേടിച്ചങ്ങ് വെച്ചു. ഈ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നത്. ക്യാരറ്റ് തോരൻ മാത്രമല്ല കേട്ടോ, ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഈ ഗ്രേറ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ല. പ്രത്യേകിച്ചും ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ. കാരണം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് പാടല്ലേ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഗ്രേറ്റ് ഒക്കെ ചെയ്തത്. എനിക്ക് ചില സമയത്ത് മടിയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാം അച്ഛൻ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് തരാമെന്നുള്ളത്. പിന്നെ അച്ഛൻ പിന്നെ അങ്ങനെ മടിയൊന്നും കാണിക്കാറില്ല കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. ചില സമയത്തുണ്ടല്ലോ എനിക്ക് ഈ കുക്ക് ചെയ്യാനായിട്ട് നല്ല മൂഡ് വരികയാണെങ്കിൽ ഞാൻ കുറച്ചേറെ കൂട്ടാൻ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുവേ. ചില സമയത്ത് തോരനും മെരക്കുരട്ടിയും കറിയും പിന്നെ നോൺ വെജിൻ്റെ സെക്ഷൻസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. എന്നാൽ ചില സമയത്ത് മടിയെന്ന് വെച്ചാൽ അങ്ങേയറ്റം മടി വരികയാണെങ്കിൽ ആകെ ഒരു ചെറിയൊരു തോരനും ചെറിയ രീതിയിലൊരു കറിയും ഒക്കെ ആയിരിക്കും. ഈ കറികളുടെ സെക്ഷനിൽ ആ ടൈമിലൊക്കെ മോരായിരിക്കും വരുന്നത്. കാരണം ഈ മടിയുടെ സമയത്ത് മോരാണല്ലോ എപ്പോഴും നല്ലത്, പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ഇന്നെന്തായാലും അങ്ങനെ വലിയ മടിയില്ലായിരുന്നു. എന്നാൽ വലിയ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ച് ബിസി ഡേ ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കുക്കിംഗ് ആയത്. അങ്ങനെ എല്ലാ കൂട്ടാൻ്റെ സെക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് മാത്രമായിട്ട് വെച്ചാൽ മതി. അരി ഇങ്ങോട്ട് കഴുകി അടുപ്പത്തിലോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി എനിക്ക് അങ്ങോട്ട് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് തുടങ്ങാം.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കൂട്ടാൻ്റെ പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഞാനെല്ലാം സിങ്കിൽ വലിയ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, ആകെ ഈ ഒരു പാത്രം പിന്നെ 2-3 സ്പൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പാത്രം കഴുകാൻ നേരത്താണ് കേട്ടോ ഇതിനടിയിൽ ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ ബ്രൗൺ കളറായിട്ട് ഇരിക്കുന്നുണ്ട്. യൂഷ്വലി അച്ചു കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പാത്രത്തിനടി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും. ഞാൻ പിന്നെ സ്ക്രബ്ബർ വെച്ചിട്ട് അങ്ങോട്ട് ഉരച്ച് കഴുകുക, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തിളങ്ങണം പാത്രം, എനിക്കത് ഭയങ്കര മസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പാത്രം പോയാലും അച്ചു വേറെ പാത്രം മേടിച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും പാത്രമൊക്കെ എനിക്ക് നല്ല രീതിയിൽ തിളങ്ങൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ സ്ക്രബ്ബർ വെച്ചൊക്കെ കഴുകി എന്തായാലും ആ പാത്രം നല്ല രീതിയിൽ തിളങ്ങിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം വിവിധ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് വളമിട്ട് വെള്ളമൊക്കെ ഒഴിക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ചായപ്പൊടി മേടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ ചെടികൾക്കൊക്കെ വളമൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത്. അതിന് മുന്നേ എൻ്റെ ചെടികൾക്കൊന്നും ഞാൻ വളമൊന്നും ഇടാറില്ലായിരുന്നു. ഇനി വളം ഇട്ടിട്ട് ചെടികൾക്ക് എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടറ്റോ നല്ല രീതിയിൽ അങ്ങോട്ട് വളരുന്നുണ്ട്. ഞാൻ കണ്ടു വെക്കുന്നില്ല, എൻ്റെ പൊട്ടറ്റോ വളരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു റെഡ് ഫ്ലവർ ഉള്ളൊരു ചെടിയുണ്ട്, അതിന് ചെറിയ രീതിയിലൊന്ന് വളർന്നൊക്കെ വരുന്നൊക്കെ ഉണ്ട്. വേറെ ചെടികൾ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അലോവേര ആണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വരുന്നുണ്ടോ ഇല്ലയെന്നൊന്നും. എന്തായാലും ഞാനതിന് വളമൊക്കെ ഇട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വാട്ടർ ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. വളർന്നു വരുന്നോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും വാടുന്നൊന്നുമില്ല. ഈ ഒരു ചെടിയില്ലേ, ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ വാടി വരുന്നത്. ഇത് അസ്തേന്ന് മേടിച്ചാണ് കേട്ടോ. അസ്തേന്ന് ഞാൻ ഇനി ഒരിക്കലും ചെടി മേടിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, കാരണം അസ്ത എന്നെ ചതിച്ച്. അങ്ങനെ അതിനെല്ലാത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് കണ്ടേ ചെടികളെല്ലാം മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ കാണാൻ ഇവിടെ ഇപ്പം നല്ല രസമില്ലേ. ഇന്ന് വാലന്റൈൻസ് ഡേ ആയ സ്ഥിതിക്ക് അച്ഛന് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ. അപ്പം ഇതാണ് അച്ഛന് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്ന ഗിഫ്റ്റ്. അപ്പം അച്ഛൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഹാപ്പി വാലന്റൈൻസ് ഡേ. യെസ്. സൂപ്പർ സൂപ്പർ, താങ്ക് യു. നിന്റെ കണ്ടേ. അപ്പം അച്ഛൻ എനിക്ക് ഫസ്റ്റ് തന്ന ഒരു ഗിഫ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് MNS നിന്ന് മേടിച്ചതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അച്ഛൻ തന്നെയാണ് പോയി മേടിച്ചത്, കാരണം എനിക്ക് പ്ലാന്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ ആദ്യം എനിക്ക് ആ ഒരു ഗിഫ്റ്റ് തന്നു. പിന്നെ രണ്ടാമത് വേറൊരു ഗിഫ്റ്റാണ് എനിക്ക് മേടിച്ചത്, പക്ഷെ അത് ഞാനും കൂടെ ഉള്ള സമയത്താണ് കേട്ടോ മേടിച്ചത്. ഞാനും കൂടി പോയിട്ട് എന്നെ തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ആ ഒരു ഗിഫ്റ്റ് മേടിച്ചത്. ഇതൊരു ടീഷർട്ടാണ്, ഒരു ടീഷർട്ട് അല്ലേ സ്വെറ്റർ, അത് തണുപ്പത്തൊക്കെ ഇടുന്ന ഒരു സ്വെറ്ററാണ്. പക്ഷെ നല്ല കളറല്ലേ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ തുണികൾ ഈ പ്രാവശ്യം 2 സെറ്റ് തുണികൾ മടക്കി വെക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുണികളെല്ലാം പതുക്കെ ഞാൻ മടക്കി വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അച്ചു പ്രൈമാർക്കിൽ നിന്ന് പോയി കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വെയിൽസിൽ നിന്ന്. അപ്പോൾ ഇതായിരുന്നു ഒരു പാൻറ്റ്. ആ ഒരു പാൻറ്റ് 6 പൗണ്ട് അത്ര എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് ആ കളർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു 2 പാൻറ്റിന് ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു, അതിൻ്റെ 5 പൗണ്ട് 6 പൗണ്ട് എങ്ങാണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. 15 പൗണ്ടിൻ്റെ സാധനമാണ്, പക്ഷെ അത് ഓഫറിലായിരുന്നു ഇട്ടത്. അങ്ങനെ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീട്ടിലിടുന്ന ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ തുണിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ചെറിയ രീതിയിൽ ഒരു വിശപ്പിന് വിളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് മീനൊന്ന് എയർ ഫ്രൈയിലോട്ട് കയറ്റാമെന്ന് വെച്ചു. അതങ്ങോട്ടായി വരുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ വാഷ് മെഷീനകത്ത് ഇടുന്ന അലക്കിയ തുണികളെല്ലാം ഒന്ന് വിരിച്ചിടാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ ചെറിയ രീതിയിൽ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്തപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാം, അത് ഞാൻ തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളത്. കാരണം എനിക്ക് വെളിയിൽ പോകാനായിട്ട് കുറച്ച് മടിയൊക്കെ ആയി. പക്ഷെ അച്ചുവിന് ഈ ഒരു വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അങ്ങനെ പ്ലെയിനായി പോവല്ലേ എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അച്ചു വേറെ സൈഡിൽ നിന്ന് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ പരിപാടിയുമായിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പ്ലാൻസിനൊക്കെ തിരിച്ചെടുത്ത് വെക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകണം. അങ്ങനെ ചോറും പരിപ്പറിയും ഫിഷ് ഫ്രൈയും ക്യാരറ്റ് തോരനും കൂടി കൂട്ടി ഒരു അടിപൊളി ലഞ്ചും കഴിഞ്ഞു. പിന്നെ വെയിൽസിൻ്റെ ട്രിപ്പിൽ നിന്നൊക്കെ എടുത്ത സാധനങ്ങളെല്ലാം ഒന്ന് അൺപാക്ക് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഞാനെല്ലാം ഒന്ന് ബെഡിലോട്ട് അങ്ങോട്ട് കുടഞ്ഞങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് കാര്യമായി ഒന്ന് അൺപാക്കൊക്കെ ചെയ്യണം. എന്നിട്ട് സാധനങ്ങളെല്ലാം നമ്മുടെ മറ്റേ ഒരു ബാഗ് ഉണ്ടല്ലോ, ആ ബാഗിനകത്താണ് ഈ ട്രാവൽ എസെൻഷ്യൽസ് എല്ലാം വെക്കുന്നത്. അപ്പോൾ ആ ബാഗിനകത്തെല്ലാം തിരിച്ചു വെക്കണം. പിന്നെ കൊണ്ടുപോയ പൊടികളെല്ലാം തിരിച്ചൊന്ന് തട്ടണം. ഇന്ന് 4 മണിക്കുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വലിയ രീതിയിൽ പ്ലാനൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5-5:30 ആയി. അന്നേരം ഒന്നും എനിക്ക് ഒരു പരിപാടി നടന്നില്ല. പിന്നെ ഞാൻ പതുക്കെ എന്ന പരിപാടി നടത്താമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം പൊതുവേ നമ്മൾ ഡിന്നർ ഒന്നും കഴിക്കാറില്ല കേട്ടോ. ഈ 4 മണി പലഹാരങ്ങളൊക്കെ കാരണം ഡിന്നറൊന്നും കഴിക്കാനായിട്ടുള്ള സ്പേസ് ഒന്നും കാണത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ വലിയ പ്ലാനിങ് ആയിട്ട് ഇരുന്നപ്പോഴത്തേക്കും അച്ചു എനിക്കൊരു യമണ്ടൻ സർപ്രൈസ് തന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു.
അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർപ്രൈസ് എന്തായാലും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിനിടയ്ക്ക് വെയിൽസിൽ നിന്ന് മേടിച്ചിട്ട് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് എടുത്തൊക്കെ വെക്കണ്ടേ. അപ്പോൾ ഞാൻ 2 മാഗ്നറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിൽസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ഡ്രാഗനെയും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചുമ്മാ ഒരു മെമ്മറിക്കാണ് കേട്ടോ. അങ്ങനെ എനിക്ക് മേടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പിന്നെ ചുമ്മാ മെമ്മറിക്കായിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ അങ്ങ് മേടിച്ചതാണ്. പിന്നെ മാഗ്നറ്റ്സ് യൂഷ്വലി നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ മേടിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ മാഗ്നറ്റ്സ്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡ്രാഗന്. ഇതെന്തായാലും ഒരു ഷോ പീസാണ്. പിന്നെ വേറെ 2 മാഗ്നറ്റ്സ് ആണ് ഇതെൻ്റെ മാഗ്നറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാട്ടിച്ചു വെക്കുകയാണ്. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഞാൻ അറിയാതെ 2 സൺഡേ ക്രീംസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത ഒരു ചെറിയ രീതിയിൽ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. അങ്ങനെ അത് കഴിച്ചോടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജിയാൻഡസ് സൈനിങ് ഓഫ്. ബൈ.